അസ്സലാമുഅലൈക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഈദൊക്കെ ആയപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈദിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ അന്ന് അജ്മാനിലായിരുന്നു. അവിടെയാണ് ഇതിലൂടെ പാരൻസ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലെത്തി. അന്ന് ഈദിൻ്റെ ദിവസം രാത്രി തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ടായി. കാരണം സെക്കൻഡ് ഡേ ദീദിയും അതുപോലെ തന്നെ അളിയൻ്റെയും കൂടെയായിരുന്നു ഇത്. പിന്നെ കസിൻസും ഉണ്ട്, അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പിന്നെ 3-ാമത്തെ ദിവസം പിന്നെ ഇന്ന് ഓഫീസൊക്കെ തുടങ്ങണ കാരണം ഞങ്ങൾ അധികം എവിടെയും പോയൊന്നുമില്ല, റെസ്റ്റിലായിരുന്നു മെയിനായിട്ട്. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ച് അത്യാവശ്യം റെസ്റ്റ് എടുത്തിട്ടാണ് ഇന്നലെ. എന്നിട്ട് ഇന്ന് മറ്റാൾ ഓഫീസിൽ പോയിട്ടുണ്ട്, ഇതിലും ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാറിലാണ് പോയിട്ടുള്ളത്. കാറിൽ പോയ ദിവസം കുറച്ച് ലേറ്റായിട്ടാണ് വരല്. ഇന്ന് എന്താ അവസ്ഥ എന്നറിയില്ല. പിന്നെ അത് വെച്ചാൽ ഭയങ്കര ട്രാഫിക്കല്ലേ, ട്രാഫിക്കുള്ള ദിവസം മുറ്റാൾ കുറച്ച് ലേറ്റ് ആവും. പിന്നെ ഓഫീസ് ബസ്സാണെങ്കിൽ കറക്റ്റ് സമയം 8 മണിക്ക് പോവാം, 8 മണിക്ക് തിരിച്ച് വരാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും റൂമിൻ്റെ വീഡിയോസ് കാണാം. അപ്പോൾ നമ്മളുള്ളത് ഒരു ഫ്ലാറ്റിലാണ്, 1 BHKയിലാണ് ഉള്ളത്. ഒരു കിച്ചൺ, പിന്നെ ഒരു വാഷ്റൂം, പിന്നെ അതുപോലെ തന്നെ ഒരു ഹാൾ എന്നുള്ള രീതിക്കാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. ഞങ്ങളിപ്പോൾ ഉള്ളത് അൽനഹദയിലാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, കണ്ടാലോ. അപ്പോൾ ഞാൻ ആദ്യം എവിടെ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞുതരാം. നമ്മളെ മെയിൻ ഡോറ് തുറന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് വാഷ്റൂം ഉള്ളത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഹാള്, അവിടെയാണ് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഉള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ ഹാള്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നേരെ കാണുന്നത് കിച്ചണാണ്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബെഡ്റൂം ഉള്ളത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഹാളിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗസ്റ്റിനെ ഇരുത്തല്ലേ. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കണത് ഇവിടെയാണ്, ഡൈനിങ് ടേബിൾ ഇവിടെയാണുള്ളത്. പിന്നെന്താ, TV ഉണ്ട്. ഇപ്പോൾ TV കാണാനും അതുപോലെ ഗെയിം കളിക്കല് ഒക്കെ ഇവിടെയാണ് കൂടുതൽ ഞങ്ങൾ രണ്ടാളും ടൈം സ്പെൻഡ് ചെയ്യൽ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ വ്യൂ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ അത് ബെഡ്റൂമിലും ഉണ്ട്, നല്ല വ്യൂ ആണ്. അപ്പോൾ ബോറടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ നോക്കിയിരിക്കും. അങ്ങനെയാണ് ടൈമൊക്കെ കളയൽ. അപ്പോൾ നമ്മൾ 23rd ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം വ്യൂ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ. ഇതുപോലെ തന്നെ ബെഡ്റൂമിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിലൂടെ ഗിറ്റാറൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. മൂപ്പരാൾക്ക് ഗിറ്റാർ വായിക്കാൻ ഇഷ്ടമാണ്, പിന്നെ അറിയാം കേട്ടോ, കുഴപ്പമില്ലാണ്ട് വായിക്കും. പിന്നെ എന്താ, ഡൈനിങ് ടേബിളുണ്ട്, അത്ര തന്നെ. ഇതാണ് എനിക്കിഷ്ടമുള്ള ഒരു സ്ഥലം. ഇവിടെ ഫ്രെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫാമിലി ഫോട്ടോസും പിന്നെ ഞങ്ങളെ ഫോട്ടോസും എല്ലാം ഉണ്ട്. ഇതാണ് ബെഡ്റൂം. ഇവിടെ എന്താ, ഒരു കബോർഡുണ്ട്, ഞങ്ങൾ രണ്ടാളും ഡ്രസ്സ് വെക്കണതാണത്. പിന്നെ ഇത് ബെഡ്. പിന്നെ ആ ഇരിക്കണത് എയർ പ്യൂരിഫയറാണ്. ഇതിലൊക്കെ പൊടിയൊന്നും അത്ര പറ്റില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതാ വ്യൂ, നേരത്തെ പറഞ്ഞ വ്യൂ. ഇനിയുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം, എൻ്റെ കിച്ചൺ. കുഞ്ഞു കിച്ചണാണ്, അതുകൊണ്ട് നമുക്കിങ്ങനെ ഓവറായിട്ട് വലിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ പണിയില്ല. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ലെഫ്റ്റിൽ ഇതൊരു ഒരു ഫ്രിഡ്ജുണ്ട്. പിന്നെന്താ, സ്റ്റവ്, പിന്നെ വാഷിംഗ് മെഷീൻ, എയർ ഫ്രയർ ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അവിടെയാണ് ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ വെക്കണത്. ലൈക്ക് ഇങ്ങനെ ഗോതമ്പ് പൊടി, മൈദപ്പൊടി, അങ്ങനത്തെ സാധനമൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇവിടെയാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ്, അങ്ങനത്തെ സാധനങ്ങൾ, പാത്രങ്ങളൊക്കെ, ഗ്ലാസ്, പ്ലേറ്റൊക്കെ അവിടെ. പിന്നെ ഇതാ വാഷിംഗ് മെഷീൻ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടോയ്ലറ്റ്. ഫസ്റ്റ് തന്നെ കാണിച്ചില്ല എന്നുള്ളൂ. കയറി വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ടോയ്ലറ്റാണുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ കാണാം.